ഇന്ന് കുന്നംകുളത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ അത് വളരെ ഭയാനകവും കേരളം ഇതിനു മുമ്പേ കണ്ടിട്ടില്ലാത്ത ഒന്നുമാണ്. 2 കൊല്ലം മുമ്പ് കുന്നംകുളത്ത് ചൊവ്വന്നൂർ എന്ന് പറയുന്ന പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡൻ്റായ ശ്രീ സുജിത്ത് മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല, അവിടുത്തെ ഒരു അമ്പലത്തിലെ പൂജാരി കൂടിയാണ്. അങ്ങനെ ആ നാട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു മാന്യനായ ഒരു ചെറുപ്പക്കാരൻ, ഒരു മികച്ച പൊതുപ്രവർത്തകൻ, അദ്ദേഹം രാത്രി അയാളുടെ സുഹൃത്തുക്കളുമായി ഇരിക്കുന്ന അവസരത്തിൽ പോലീസ് വരികയും ആ സുഹൃത്തുക്കളെ അകാരണമായി മദ്യപിച്ചു എന്നാരോപിച്ച് ഈ സുജിത്ത് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൊണ്ടുപോകുന്ന വഴിക്ക് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അതിമാരകമായ മർദ്ദനമാണ് ഉണ്ടായത്. നമുക്കറിയാം, ആ CCTV ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി വരുമ്പോൾ സുജിത്തിൻ്റെ ദേഹത്ത് ഉടുപ്പോ അല്ലെങ്കിൽ വസ്ത്രങ്ങളോ ഒന്നും തന്നെ ഇല്ല. മുണ്ട് ഉടുത്തുകൊണ്ടാണ്, ഊരിപ്പോയ മുണ്ട് ഉടുത്തുകൊണ്ടാണ് സുജിത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നത്. പോലീസ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് SI ഉൾപ്പെടെയുള്ള പോലീസിൻ്റെ CPOമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിക്രൂരമായ മർദ്ദനം അഴിച്ചുവിടുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിലെ പോലീസ് ഇതുപോലെ തോന്നിവാസം കാണിച്ച മറ്റൊരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, കേരളത്തിലെ പോലീസ് സേനയിലെ ക്രിമിനലുകളെക്കുറിച്ച് പോലീസ് സേനയുടെ അകത്തു നിന്ന് പോലും റിപ്പോർട്ട് വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, അന്ന് പിടികൂടിയ സുജിത്തിനെ മദ്യപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കേസ് ചാർജ് ചെയ്ത് FIR രജിസ്റ്റർ ചെയ്ത് അയാൾക്കെതിരെ അബ്കാരി ആക്ടിലെ നിയമപ്രകാരം 15C നിയമപ്രകാരം അയാൾക്കെതിരെ കേസെടുത്തു. ഒരു പൂജാരിയായ വ്യക്തി, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായ വ്യക്തിക്കെതിരെ മദ്യപിച്ചു എന്ന് ആരോപിച്ച് പോലീസിനെ ആക്രമിച്ചു എന്നുള്ള ആരോപണത്തിൽ അയാൾക്കെതിരെ കേസെടുത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറഞ്ഞപ്പോൾ വൈദ്യപരിശോധനയിൽ അയാൾ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല എന്നത് വ്യക്തമായി. അവിടെ തന്നെ പോലീസിന്റെ കള്ളക്കളി തെളിഞ്ഞതാണ്. അങ്ങനെ അയാൾക്കെതിരെയുള്ള കേസ് തുടരെ കോടതിയിൽ പോയിട്ട് 2 കൊല്ലമായി ഇന്ന് വരെ ആ FIRൽ ഒരു ചാർജ് ഷീറ്റ് പോലും സമർപ്പിക്കാൻ കേരളത്തിലെ പോലീസ് സേനയ്ക്കോ കുന്നംകുളത്തെ പോലീസ് സേനയ്ക്കോ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അയാളെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു കള്ളക്കേസായിരുന്നു എന്നുള്ളത് തെളിയുകയാണ്. അതുമാത്രമല്ല, ഇയാൾക്കെതിരെ അഴിച്ചുവിട്ട മർദ്ദനത്തിന്റെ കൂടുതൽ തെളിവുകൾ അത് പറഞ്ഞുകൊണ്ട് സുജിത്ത് തന്നെ, യൂത്ത് കോൺഗ്രസ് തന്നെ ഒരു നിയമ നടപടികളിലേക്ക് കടന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു നിയമ നടപടികളിലേക്ക് പോവുകയും കോടതിയിൽ ഒരു പ്രൈവറ്റ് അന്യായം ഫയൽ ചെയ്യുകയും ഈ മർദ്ദനം അഴിച്ചുവിട്ട പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കാൻ, കേസ് എടുക്കാൻ വേണ്ടി കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും ഞങ്ങൾ നിയമപോരാട്ടം തുടർന്നു. കാരണം ഈ മർദ്ദനം അഴിച്ചുവിട്ട CCTV ദൃശ്യങ്ങൾ അത് പുറത്തു വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയമ പോരാട്ടം നടന്നു. ആദ്യം വിവരാവകാശ രേഖയ്ക്ക് കൊടുത്തപ്പോൾ അവർ കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് നിരന്തരമായ ഇടപെടലുകളിലൂടെ സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസ് സ്റ്റേഷനുള്ളിലെ ഒരു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് പുറത്തു വരുമ്പോൾ കേരളത്തിലെ പോലീസ് സേനയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, തുടരും സിനിമയിലെ ജോർജ് സാറുമാരെ പോലെയാണ് കേരളത്തിലെ പോലീസ് ഏമാന്മാർ. ഇപ്പോൾ കാണുമ്പോൾ റീൽസ് എടുത്ത് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ നന്മ മരങ്ങളായി അഭിനയിക്കുന്ന ഈ പോലീസ് ഏമാന്മാർ യഥാർത്ഥത്തിൽ പോലീസ് സ്റ്റേഷന്റെ അകത്ത് പെരുമാറുന്നത് അത്യന്തം നീചമായിട്ടാണ്, ക്രൂരമായിട്ടാണ് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, പോലീസ് സേനയെ കുറിച്ച് അടുത്ത കാലഘട്ടത്തിൽ കേട്ടിട്ടുള്ള ആരോപണങ്ങൾ എന്താണ്? മാലാമോഷണം മുതൽ മാങ്ങാ മോഷണം വരെ ചെയ്യുന്ന പോലീസുകാരാണ് കേരളത്തിലെ പോലീസുകാർ. കഴിഞ്ഞ ദിവസമാണ് ഒരു DYSPയെ ചൂതാട്ട കേന്ദ്രത്തിൽ നിന്ന് SI അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടത്. ഇങ്ങനെ കേരളത്തിലെ പോലീസ് സേന ഇതുപോലെ അക്രമകാരികളായ മറ്റൊരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. തോന്നിവാസത്തിന്റെ അങ്ങേയറ്റമാണ് കേരളത്തിലെ പോലീസ് സേന കാണിക്കുന്നത്. കേരളത്തിലെ പോലീസ് സേനയുടെ തന്തയില്ലാത്തരമാണ് ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞു വെക്കാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. ഇതുപോലുള്ള നീചന്മാരെ കൊണ്ട് ഈ കേരളത്തിലെ പോലീസ് സേനയെ ഇവിടെ തുടരാനാണ് ഭാവമെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് പറയാനാണ് ഞങ്ങൾ ഈ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട,
സുജിത്തിന്റെ നീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഭാഗികമായ നീതിയാണ് കിട്ടിയിട്ടുള്ളൂ. ഈ ഭാഗികമായ നീതി എന്ന് പറഞ്ഞാൽ കേസെടുത്തു, അത് മാത്രമല്ല CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. ഈ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവർക്ക് കൃത്യമായ ശിക്ഷ അവർ ഈ സേനയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട്